ഹായ്, ഞാൻ സുജിത രതീഷ് ഫ്രം sujiscooking.com. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ അവിയലാണ്. ഈ അവിയലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് തനത് വടക്കൻ കേരളത്തിൻ്റെ ശൈലിയിലുള്ള ഒരു അവിയലാണ് കേട്ടോ. ഞാൻ വടക്കൻ കേരളം എന്ന് പ്രത്യേകം പറയാൻ കാരണം നമ്മൾ തെക്കോട്ടൊക്കെ പോകുന്ന സമയത്ത് അവിടെ അവിയലിലുള്ള ചേരുവകൾ വ്യത്യാസമുണ്ട്. നമ്മൾ അവിയലിലെ ഉരുളക്കിഴങ്ങ്, ചേമ്പ്, വഴുതനങ്ങ ഒന്നും ചേർക്കാറില്ല. പകരം അതായത് കയ്പ്പക്ക എന്ന് നമ്മൾ പറയും, പാവയ്ക്കയില്ലേ, പാവയ്ക്ക ചേർക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് ഈ അവിയലിലെ ഒരു മെയിൻ ഡിഫറൻസ്. പിന്നെ മാങ്ങയ്ക്ക് പകരം പരമ്പരാഗതമായിട്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ പലപ്പോഴും തൈരാണ് ചേർക്കാറ്. അപ്പം ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തനത് അങ്ങനെ തന്നെ പറയാം, പരമ്പരാഗത ശൈലിയിലുള്ള ഈ അവിയൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ റെസിപ്പി തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇതിനായിട്ട് ആദ്യം നമുക്ക് നല്ല ഉരുളിയോ അല്ലെങ്കിൽ അടി കട്ടിയുള്ള നല്ല കുഴിയുള്ള ഒരു പാത്രം ആവശ്യമുണ്ട്. കുഴിയും വേണം, കുറച്ച് വൈഡും വേണം. അതിലേക്ക് നമ്മൾ ഒരു കപ്പ് ചേന ഇതുപോലെ ഒരു 2 ഇഞ്ച് വലിപ്പത്തിൽ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ചേന എടുത്താൽ മതി കേട്ടോ. അരിഞ്ഞ് വന്നപ്പോൾ ഒരു കപ്പുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളരി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ഒരു കപ്പ്. അറിയാമല്ലോ, അവിയലിൽ എല്ലാ വെജിറ്റബിളും നമ്മൾ നീളത്തിലാണ് അരിയുന്നത്. പിന്നെ ഒരു പാവയ്ക്കയുടെ പകുതി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത്. ആദ്യം ചേന, പിന്നെ വെള്ളരി, പിന്നെ പാവയ്ക്കയുടെ പകുതി. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് മത്തനാണ്. മത്തൻ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത്. ഈ വെള്ളരി ചേർക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് കുമ്പളങ്ങ അഥവാ ആഷ്ഗോഡ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. വെള്ളരിയും കുമ്പളവും നമ്മൾ അവിയലിൽ ചേർക്കും. മത്തൻ ചേർത്തു. ഇനി നമ്മളിതിലേക്ക് ആവശ്യമുള്ളത് ഒരു പച്ചക്കായ അഥവാ വാഴയ്ക്ക, അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതും നമ്മൾ ഇതിൻ്റെ മേലെ തന്നെ ഇട്ട് കൊടുക്കണം. ഈ ഒരു രീതിക്ക് തന്നെ വേണം വെജിറ്റബിൾ ചേർക്കാൻ. അതിനുശേഷം ഒരു കപ്പ് ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത്. ഞാനൊരു 4 ചെറിയ ക്യാരറ്റാണ് എടുത്തത് കേട്ടോ. നിങ്ങൾ ക്യാരറ്റിൻ്റെ ഒരു കപ്പ് അരിഞ്ഞ് വന്നപ്പോൾ ഒരു കപ്പുണ്ട്. പിന്നെ പടവലങ്ങ, അതും ഒരു കപ്പ്. പൊതുവെ പടവലം നമ്മൾ അവിയലിൽ അങ്ങനെ ചേർക്കാറില്ല, പക്ഷേ വീട്ടിലിപ്പം കുറച്ച് പടവല ഇരിപ്പുണ്ടായിരുന്നു, അപ്പം നമുക്കതും ചേർക്കാമെന്ന് ഞാൻ കരുതി. പടവലം നിർബന്ധമുള്ള ഒരു വെജിറ്റബിൾ അല്ല നമ്മുടെ അവിയലിൽ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി അത്യാവശ്യം വേണം അവിയലിന്, അപ്പോഴേ ആ കളർ കിട്ടുള്ളൂ. പിന്നെ ഒരു 3/4 ടീസ്പൂൺ, ആ മഞ്ഞൾ എടുത്ത ടീസ്പൂണിന് തന്നെ 3/4 ടീസ്പൂൺ മുളക് പൊടി ധാരാളം ചേർക്കില്ല, കാരണം നമ്മൾ പച്ചമുളക് അരയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. അതിനുശേഷം നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ കുടഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴേ ആ വെജിറ്റബിൾ നമ്മൾ ഇനി ഇളക്കില്ല, അപ്പോൾ അപ്പോഴേ ആ വെജിറ്റബിളിൻ്റെ എല്ലാ ഭാഗത്തും വെള്ളം എത്തുള്ളൂ. അതിനുശേഷം നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അവിയൽ കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 3 മുരിങ്ങക്കായ ഇതുപോലെ നീളത്തിലരിഞ്ഞത്, അതുപോലെ തന്നെ അച്ചിങ്ങ പയർ, നമ്മുടെ നീളൻ പയറില്ലേ, അത് 1 കപ്പ് ഇതുപോലെ നീളത്തിലരിഞ്ഞത് എന്നിവയാണ്. നമ്മളിപ്പോൾ വേവ് കൂടുതലുള്ള കഷ്ണങ്ങളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആ കഷ്ണങ്ങൾ ഒന്ന് വെന്ത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഈ മുരിങ്ങക്കായയും പയറും ചേർക്കാം, അല്ലെങ്കിൽ ഇത് ഓവർ കുക്കായി പോകും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1.5 കപ്പ് തേങ്ങ ചിരവിയതാണ്. ഞാനൊരു 3/4 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ എടുക്കുന്ന തേങ്ങയുടെ വലിപ്പത്തിനനുസരിച്ച് ആ ചിരവി എടുക്കുമ്പോൾ ഉള്ള ക്വാണ്ടിറ്റി വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കറക്റ്റായിട്ട് കപ്പ് സൈസ് പറയുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ചെറിയ ടീസ്പൂൺ, 3/4 ടീസ്പൂൺ ജീരകം, അതുപോലെ തന്നെ ഒരു 4 പച്ചമുളകുമാണ്. അപ്പോൾ അത് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്ന് വെച്ചാൽ അത്യാവശ്യം ഒന്ന് അരഞ്ഞ് കിട്ടുകയും വേണം, എന്നാൽ വല്ലാതെ മഷി പോലെയൊന്നും അരഞ്ഞു പോവുകയും ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ആദ്യം വേവിക്കാൻ വെച്ച കഷ്ണങ്ങൾ അത്യാവശ്യം ഒന്ന് വന്നിട്ടുണ്ട്. വല്ലാതെ കുക്കാവരുത് കേട്ടോ, ഒരു മീഡിയം കുക്കായാൽ മതി. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ നന്നാക്കി വെച്ചിരുന്ന മുരിങ്ങക്കായയും അച്ചിങ്ങാപ്പയറും ചേർത്ത് കൊടുക്കാം. കാരണം ഇത് നേരത്തെ ചേർക്കാത്തത് ഞാൻ പറഞ്ഞല്ലോ, വേവ് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളെല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. മുരിങ്ങക്കായൊക്കെ അത് പൊട്ടി ഇങ്ങനെ ഉടഞ്ഞതുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതിൻ്റെ തനത് ആ ഒരു സ്ട്രക്ചറിൽ കിടന്നാലേ നമ്മുടെ അവിയൽ രുചിയും ഉണ്ടാവുള്ളൂ, കാണാൻ ഭംഗിയും ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മേലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി, ഇളക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ അത്യാവശ്യം വെള്ളം വെജിറ്റബിളിൽ തന്നെ ഉണ്ടല്ലോ, എന്നിട്ട് നമുക്ക് തീയിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടത്തരം തീ മതി കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, അവിയലിൻ്റെ നടുക്ക് നമ്മളൊരു കുഴി ഉണ്ടാക്കിയ വെള്ളം ഇതുപോലെ കാണാം. അപ്പോൾ അങ്ങനെ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം ഒരു ചെറിയ സ്പൂണിലെടുത്ത് സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ വെള്ളത്തിൽ തിടന്ന് തന്നെ ഈ കഷ്ണങ്ങൾ വെജിറ്റബിൾ കുക്കാവും. പിന്നെ വെജിറ്റബിളിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മൾ ഫ്രഷ് വെജിറ്റബിൾ ആണെങ്കിൽ പെട്ടെന്ന് കുക്കാവും. അതേസമയം കടയിൽ നിന്ന് വാങ്ങി കുറച്ച് വാടി അല്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ കുറേ ദിവസം വെച്ച വെജിറ്റബിൾ ആണെങ്കിൽ അത് ഈവൻ ക്യാരറ്റ് ആയാൽ പോലും കുക്കാവാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഇത് കുക്കാവട്ടെ. ഈ സമയത്ത് ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളിയാണ്. പുളി ഒരുപാട് വേണ്ട, ഒരല്പം പുളി. അത് നമുക്ക് ലേശം വെള്ളം ഒഴിച്ച് കുതിർത്ത് വയ്ക്കാം. അപ്പോൾ അവിയൽ വെന്ത് വരുമ്പോഴേക്കും പുളി നന്നായിട്ട് കുതിർന്ന് വരും.
ഇപ്പോൾ ഇതാ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്, പാകത്തിന് വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി ഒരല്പം ചേർത്ത് കൊടുക്കാം. ഇത് ഇത്ര ചേർത്തിട്ടുള്ളൂ, കണ്ടില്ലേ? ഇനി ഇതൊന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം, ഒരു 2-3 മിനിറ്റ്. അപ്പോൾ ഇതാ പുളി ചേർത്ത് നമ്മുടെ അവിയലിലെ കഷ്ണങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് അരച്ച് വെച്ചിരുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. മേലെ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് ആവി വന്നതിന് ശേഷം മാത്രം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ തീ വളരെ കുറച്ച് വെച്ചിട്ട് തേങ്ങ അടച്ച് വെച്ചിട്ട് തേങ്ങയിലൊന്ന് ആവി കയറ്റിയാൽ മതി കേട്ടോ. അതിന് ശേഷം വേണം നമുക്കിത് ഇളക്കിയെടുക്കാൻ. കുറച്ച് കറിവേപ്പില, ഒരു 2 ബട്ട കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ലപോലെ സ്റ്റീം വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കഷ്ണം ഉടഞ്ഞു പോകാതെ അടിയിൽ കൂടെ ഇളക്കിയിട്ടിങ്ങ് മറിച്ചിടണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ കഷ്ണം എല്ലാം ഉടഞ്ഞു പോകും. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3/4 കപ്പ് തൈരാണ്. തൈരിൻ്റെ പുളിക്കനുസരിച്ച് നിങ്ങളതിൻ്റെ അളവ് ക്രമീകരിക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അധികം പുളിയില്ലാത്ത തൈര് ഒരു 3/4 കപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് ചേർത്ത് നമുക്കൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. അവിയൽ തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം കുക്ക് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കാനേ പാടുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പഴകിയതും കാറൽ ചെവിയുള്ളതും അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും ഉപയോഗിച്ച വെളിച്ചെണ്ണ ഒന്നും ഇതിൽ ഉപയോഗിക്കരുത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ വേണം ഉപയോഗിക്കാൻ, നല്ല സുഗന്ധമുള്ള കോക്കനട്ട് ഓയിൽ. അത് ഒഴിച്ച് ഒട്ടനെ തന്നെ അടച്ച് വെക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് മൂടി തുറന്ന് ഒന്നുകൂടി ഒന്ന് അവിയൽ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അവിയൽ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ സമയമില്ലാത്തവർക്കാണെങ്കിൽ എല്ലാ വെജിറ്റബിളും കൂടി ഒരുമിച്ച് കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ പ്രഷർ കുക്കറിൽ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യുകയോ ചെയ്യാം. പക്ഷെ അതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പച്ചക്കറി പല വേവുള്ള കഷ്ണങ്ങളാണ്, അപ്പോൾ അതൊന്നും ഉടഞ്ഞു പോകും. പിന്നെ ചേന എപ്പോഴും അടിയിലിടാൻ ശ്രദ്ധിക്കുക, കാരണം നമ്മൾ വെള്ളരിയും കുമ്പളങ്ങയും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ആ കഷ്ണങ്ങളുടെ കളറ് ചേന മേലെ ഇട്ടാൽ മാറിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ ചേന ഏറ്റവും അടിയിലിടുന്നത് കേട്ടോ. വേവിനനുസരിച്ച് വേവ് കൂടുതലുള്ള പച്ചക്കറികൾ അടിയിലും വേവ് കുറവുള്ളത് മേലെയായിട്ടാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നെ അറിയിക്കണം. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 75 റെസിപ്പി എങ്ങാണ്ടായി. വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകുക. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ. ഒരു കാര്യം കൂടി, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.